ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നില്ലേ? ക്ലാസ്സൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, നന്നായിട്ട് ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് ഒപ്പം പഠിച്ചു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. ഇൻ കേസ് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒപ്പം എത്താനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച അതേ ടെക്സ്റ്റിലെ തന്നെ മറ്റൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2 ഭാഗം 2 എന്ന ടെക്സ്റ്റിലെ ചാപ്റ്ററാണ്. കഴിഞ്ഞ ദിവസം ഏത് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്? ഇതാ ഇവിടെ തന്നെ മണലാരണ്യത്തിലൂടെ എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തീരങ്ങളിലൂടെ എന്ന ഈ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഈ ചാപ്റ്റർ ആണെന്ന് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത്. ടെലിഗ്രാമിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ തരുന്നുണ്ട്, എത്ര മണിക്ക് ഏത് ക്ലാസ് ഏത് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ മിസ്സ് കൃത്യമായി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളെ ചാപ്റ്റർ തീരങ്ങളിലൂടെ. ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നേ? കുറച്ച് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂഖണ്ഡങ്ങൾ പഠിച്ചു, അതുപോലെ നമ്മൾ സമുദ്രങ്ങൾ പഠിച്ചു. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ മണലാരണ്യങ്ങൾ, മരുഭൂമി എന്നൊരാശയം പഠിച്ചു. തീരങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ നമുക്ക് വരുന്നത്, അതായത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പെടുന്ന തീരസമതലം, കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലവും, അതുകൂടാതെ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളും വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണെന്ന് നമുക്കറിയാം. അവയെല്ലാം നമുക്ക് പഠിക്കണം. അതുപോലെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള തീരസമതലങ്ങളിലുള്ള കാലാവസ്ഥ, മണ്ണിനം ഇവയിലെല്ലാം തന്നെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ അവിടങ്ങളിലെ കൃഷിയും ജീവജന്തുജാലങ്ങൾ, സസ്യങ്ങൾ, ജനജീവിതം ഇവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. കാലാവസ്ഥയ്ക്കും മണ്ണിനത്തിനും അനുസരിച്ച് കൃഷിയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മൾക്ക് മനസ്സിലാക്കിയതാണ് നമ്മൾ. അപ്പോൾ അതുപോലെ അവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം തന്നെ അവിടുത്തെ ജനജീവിതത്തിലും വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ തീരസമതലങ്ങളിലെ ജനജീവിതത്തിലും സാമ്പത്തിക പ്രവർത്തനത്തിലും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ എങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്തുന്നു എന്ന രീതിയിലുള്ളൊരു അവലോകനമൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും തീരപ്രദേശങ്ങളിലെ സവിശേഷതകളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ സമുദ്ര സഞ്ചാര രേഖകളൊക്കെ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേണൽ ഉണ്ട്. ആ ഒരു ജേണലില് ഏറെ പഴക്കം ചെന്നൊരു പുസ്തകത്തിൽ നിന്ന്, അത് പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത് എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യമായ ഏറെ പഴക്കം ചെന്ന പുസ്തകത്തിൽ നിന്നെടുത്തൊരു ഭാഗമാണ്. അതിൻ്റെ മലയാള പരിഭാഷയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. സ്വതന്ത്ര പരിഭാഷയാണ് തന്നിട്ടുള്ളത്. രാത്രി മുഴുവൻ പുറം കടലിൽ നങ്കൂരമിട്ട് കിടന്നതിന് ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചു. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കനത്ത മഴയും ഉണ്ടായിരുന്നു. അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് 20 ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിന് പിന്നിലായി ഒരു മതിലുപോലെ ഉയർന്നു കാണപ്പെടുന്ന പർവ്വതങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഗാമയുടെ ആ ചെറുകൂട്ടം പായ് കപ്പലുകൾ കാപ്പാട് എന്ന സ്ഥലത്ത് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ തീരത്തു നിന്നും ഏകദേശം 5 മൈലുകൾ മാറി നങ്കൂരമിട്ടു. ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 7 മൈലുകൾ വടക്ക് മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടു മുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് 27 സാമൂതിരിയുടെ നാവികൻ അദ്ദേഹത്തെ പന്തലായനിയിലേക്ക് നയിച്ചു. അങ്ങനെ ഏകദേശം 13 മൈലുകൾ വടക്കുമാറി ഗാമ പന്തലായനിയിൽ നങ്കൂരം ഉറപ്പിച്ചു. തുടർന്ന് ഓഗസ്റ്റ് 23 വരെ 88 ദിവസങ്ങളോളം അവരവിടെ തങ്ങി. ഓഗസ്റ്റ് 23 ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥാനം മാറ്റി കോഴിക്കോട് തുറമുഖത്തു നിന്നും ഏകദേശം 12 മൈലുകൾ മാറി കാറ്റിന്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്തായി നിലയുറപ്പിച്ചു. ആ സമയം മുതൽ ഒടുവിൽ
തിരികെ പോകുന്ന ദിവസമായ ഓഗസ്റ്റ് മാസം 30-ാം തീയതി ഉച്ചവരെ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടും അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നും തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇടയ്ക്കിടെ സാമൂതിരിയെ സന്ദർശിച്ചും സമയം ചെലവഴിച്ചു. ഓഗസ്റ്റ് 30-ന് ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായി കടൽ കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങിയ ഗാമയുടെ പായ്ക്കപ്പലുകളെ ശക്തിയായി ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറംകടലിലേക്ക് കൊണ്ടുപോയി. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലിയൂഡ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ് നമ്മളിപ്പോൾ വായിച്ചത്. വാസ്കോഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്ത് ഒരു സമുദ്രമാർഗം നൽകി. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത്. യൂറോപ്യന്മാർക്ക് ഒരു സമുദ്രമാർഗം നൽകുകയാണ് വാസ്കോഡ ഗാമയുടെ ഈ ഒരു യാത്ര കൊണ്ടുണ്ടായൊരു ഉപയോഗം എന്ന് പറയുന്നത്. അത് വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. നമുക്കറിയാവുന്നതാണ് വാസ്കോഡ ഗാമയുടെ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്കുള്ള ഒരു ആഗമനം എന്ന് പറയുന്നത്. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. എവിടേക്കാണ്? ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ ഏറെ പ്രാധാന്യമുള്ള തീരദേശങ്ങളെക്കുറിച്ചും ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ടതാണ് തീരദേശം നമുക്ക് മനസ്സിലായി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ തീരസമതലം ഏറെ ജനനിബിഡമാണ് നമുക്കറിയാം. അത്തരത്തിൽ ജനവാസത്തിന് അനുയോജ്യമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മേഖല ജനനിബിഡമാകുന്നത്. അത്തരത്തിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് നമുക്ക് പറയാം സമതല ഭൂപ്രകൃതിയാണ് എന്നത്. സമതല ഭൂപ്രകൃതി ആയതുകൊണ്ട് ജീവിക്കാൻ കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. ജലലഭ്യത ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പറയാം മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം അല്ലെങ്കിൽ ധാരാളമുള്ള മത്സ്യസമ്പത്ത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവയെല്ലാമാണ് ഈ ഒരു തീരദേശത്തെ ജനനിബിഡമാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവയുടെ സ്ഥാനം, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ പ്രധാനമായി നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. എങ്ങനെയാണ്? ഇതിവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വശങ്ങളിലായി ഇവിടെ കൊടുത്തിട്ടുണ്ട് കിഴക്കൻ തീരസമതലം എന്നും പടിഞ്ഞാറൻ തീരസമതലം എന്നും. പടിഞ്ഞാറൻ തീരസമതലമാണ് ഈ ഒരു ഷെയ്ഡിൽ ഇവിടെ സൂചിക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പടിഞ്ഞാറൻ തീരസമതലമാണ്. അതിനുശേഷം ഈ ഒരു നിറത്തിൽ തന്നിട്ടുള്ളത് മുഴുവൻ കിഴക്കൻ തീരസമതലമാണ്. അങ്ങനെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, ഭൂമിശാസ്ത്ര സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും. അപ്പൊ നമുക്ക് അവയുടെ ഡീറ്റെയിൽസിലേക്കാണ് ഇനി പോകേണ്ടത്. ഒന്നാമത് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം പൊതുവെ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം നമുക്ക് ഇവയുടെ പൊതുവെയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് നമ്മളിപ്പോൾ ഇതവിടെ കണ്ടു. എങ്ങനെയാണ് വരുന്നത്? ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഇടുങ്ങിയതാണ് അല്ലേ. ഇവിടെ കാണുന്ന പോലെ അത്ര വിസ്തൃതി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഈ പോയിന്റ്സ് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും.
ഇവയുടെ വ്യത്യാസം വരെ PSC ചോദിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരസമതലത്തിന്റെ സവിശേഷതകളെന്നും അതുപോലെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകളെന്നും രണ്ടായി തന്നെ നമ്മൾ വ്യത്യാസപ്പെട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം ഇവ ക്രോസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റി ചോദിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരസമതലത്തിന്റെ സവിശേഷതകൾ തന്നിട്ട് അത് ഏത് തീരസമതലത്തിന്റെ സവിശേഷതകളാണ് എന്ന രീതിയിൽ മനസ്സിലാക്കാൻ. ഓപ്ഷനിൽ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഡീറ്റെയിൽസ് തിരിച്ച് സവിശേഷതകൾ തിരിച്ച് പേര് മാറ്റിയെല്ലാം തന്നേക്കാം. അപ്പൊ അത്തരത്തിൽ മാറ്റിയും തിരിച്ചും എങ്ങനെ തന്നാലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. അതിനായി നമ്മളിത് ശ്രദ്ധയോടെ തന്നെ പഠിക്കണം. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഇത് എവിടെ തൊട്ടാ? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് ഈ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. നോക്കിക്കേ, ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ് ഇവയുടെ ശരാശരി വീതി എന്ന് പറയുന്നത്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. സബ്മർജ്ഡ് കോസ്റ്റ് എന്നതാണ് സബ്മർജ്ഡ് കോസ്റ്റ്. ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ്. താഴ്ത്തപ്പെട്ട തീരം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. തീരസമതലം എവിടം തൊട്ടാണ്? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നതാണ്. വീതി വരുന്നത് 10 കിലോമീറ്ററിനും 15 കിലോമീറ്ററിനും ഇടയിലാണ്. താഴ്ത്തപ്പെട്ട തീരമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്യാം കേട്ടോ. സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. പടിഞ്ഞാറൻ തീരപ്രദേശം എന്ന് പറയുന്നത് സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. ഇനി അവ എന്താ നോക്കാം. താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും എന്താ നോക്കുകയാണെങ്കിൽ, തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് പോലെയുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവതലനത്തിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ തീരസമതലം. സബ്സിഡൻസ്, അവതലനം അല്ലെങ്കിൽ സബ്സിഡൻസ് പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരപ്രദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളെയാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒന്നുകിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് കാരണം ഭൂപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭൗമ പ്രവർത്തനത്താൽ തീരപ്രദേശത്തിന്റെ കരഭാഗം ഉയരുകയോ അല്ലെങ്കിൽ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ രൂപപ്പെടുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞ താഴ്ത്തപ്പെട്ട തീരം. ഇത്തരത്തിൽ രൂപപ്പെട്ട തീരമാണ് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്നാണ് പറയുന്നത്. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്. ഇനി ഇവിടെ നോക്കേണ്ടത് പടിഞ്ഞാറൻ തീരസമതലം പൊതുവെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലം 2ആയിട്ടും. സൂചിക പ്രകാരം കൊടുത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത് ഇതാണ് ആദ്യം നമുക്ക് പടിഞ്ഞാറൻ തീരസമതലമാണ് നോക്കാനായിട്ടുള്ളത്. പടിഞ്ഞാറൻ തീരസമതലത്തിലേക്ക് വരുമ്പോൾ പടിഞ്ഞാറൻ തീരസമതലം പൊതുവെ 3ആയി തരം തിരിച്ചിരിക്കുന്നു. ഗുജറാത്ത് തീരം എന്ന് ഈ ഒരു ഭാഗം വരെയും, അതിനുശേഷം ഇതാ ഇവിടെ കൊങ്കൺ തീരം എന്നും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് മലബാർ തീരം. ഇങ്ങനെ 3ആയിട്ട് പടിഞ്ഞാറൻ തീരസമതലത്തെ വിഭജിച്ചിട്ടുണ്ട്. കിഴക്കൻ തീരസമതലത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം കോറമൻഡൽ തീരമെന്നും ഏറ്റവും മുകളിലത്തെ ഭാഗം വടക്കൻ സിർക്കാർ തീരമെന്നും തിരിച്ചിരിക്കുന്നു. വടക്കൻ സിർക്കാർ തീരമെന്നും തിരിച്ചിരിക്കുന്നു. അപ്പോൾ കിഴക്കൻ തീരസമതലം 2ആയിട്ടും പടിഞ്ഞാറൻ തീരസമതലം 3ആയിട്ടുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ഈ ഒരു വിഭാഗം എന്നുള്ള പേരും ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇനി അവയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതെവിടെ പറഞ്ഞത് കണ്ടോ? പടിഞ്ഞാറൻ തീരസമതലത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 1 ഗുജറാത്ത് തീരം, 2 കൊങ്കൺ തീരം, 3 മലബാർ തീരം. അതിനു മുന്നേ ഇത് ഇവിടെ തന്നിരിക്കുന്നു നോക്കിക്കേ. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ. കായലുകൾ കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്.
മനോഹരമായ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന തീരപ്രദേശമാണ് പടിഞ്ഞാറൻ തീരപ്രദേശം. ഇനി ഇവ ഓരോന്നും നോക്കാം. ഗുജറാത്ത് തീരം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം എന്ന് പറയുന്നത്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത്. ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റച്ചാലുകൾ, ക്രീക്സ്, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ്. ഇത്രയേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ഒരു പ്രദേശം. ദ്വീപുകളുണ്ട്, ഉപദ്വീപുകൾ, കടലിടുക്കുകൾ, ചതുപ്പുനിലങ്ങൾ, വേലിയേറ്റച്ചാലുകൾ, കുന്നുകൾ, ഇവയെല്ലാം ആ ഒരു പ്രകൃതിയുടെ, ആ ഒരു മേഖലയുടെ സവിശേഷതകളായി പറയാവുന്നതാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ്, ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന അലാങ് തീരവും പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റും വഡോദരയും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തെ അടയാളപ്പെടുത്തലുകളാണ്. അതായത് ഈ അലാങ് തീരം ഉണ്ടല്ലോ, ഇത് നേരത്തെ PYQയിൽ ചോദിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ള രീതിയിൽ അലാങ് ആണ്. അലാങ് കടൽ തീരം. ഗ്രേവ് യാർഡ് ഓഫ് ഷിപ്സ് അലാങ് ആണ്. ഇത് കണ്ടോ, അലാങ് തീരത്തെ കപ്പൽ പൊളിക്കൽ കേന്ദ്രം, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അലാങ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് ഉണ്ട്. അതുപോലെ പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര എന്നിവയുമുണ്ട്. മത്സ്യബന്ധന ഹാർബറായ വെരാവലുണ്ട്. ദണ്ഡി കടപ്പുറമുണ്ട്. ഇത് കൂടാതെ നിരവധി ഉപ്പുപാടങ്ങളും ഈ ഒരു പ്രദേശത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഗുജറാത്ത് തീരത്തിന്റെ ഒരു സവിശേഷതയായി പ്രധാനമായി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. നമ്മൾ റാൻ ഓഫ് കച്ചിനെ കുറിച്ച് പറഞ്ഞു. അവയെക്കുറിച്ച് കുറച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ ഇതാണ് റാൻ ഓഫ് കച്ച്. ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച്. ഗുജറാത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പു നിലങ്ങളെയാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് ആണത്. ഇന്ത്യയുടെ സാൾട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ വെളുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ഈ റാൻ ഓഫ് കച്ച് ആണ് കേട്ടോ. ഇന്ത്യയുടെ വെളുത്ത മരുഭൂമി അല്ലെങ്കിൽ സോൾട്ട് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ആണ്. അപ്പൊ നോക്കാം. ഇന്ത്യ പാക് അതിർത്തിയിൽ അതിർത്തി പ്രദേശമായിട്ടുള്ള കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ ഭൂമി പ്രദേശമായിട്ടാണ് മാറുന്നത്. വെളുത്ത ഒപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പു നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. അപ്പൊ റാൻ ഓഫ് കച്ച് ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ്. റാൻ എന്നാൽ ഗുജറാത്തി ഭാഷയിൽ മരുഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായിട്ടാണ് കാണപ്പെടുന്നത്. മഴ മാറുന്നതോടുകൂടി ലവണ മരുഭൂമിയായിട്ടാണ് റാൻ ഓഫ് കച്ച് മാറുന്നത്. ഇതിനെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നും. റാൻ ഉത്സവം നടക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്, റാൻ ഓഫ് കച്ചിലാണ്. ഓക്കെ, അപ്പൊ റാൻ ഓഫ് കച്ചിനെ കുറിച്ചും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് കൊങ്കൺ തീരമാണ്. നമ്മളിപ്പോ ഗുജറാത്ത് തീരം പറഞ്ഞു, ഇനി കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഗുജറാത്ത് തീരസമതലത്തിന് തൊട്ട് താഴെയായി തെക്ക് ഭാഗത്തായി ദമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം. ഏകദേശം 500 കിലോമീറ്റർ ആണ് നീളം വരുന്നത്.
പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. പശ്ചിമഘട്ട മലനിരകൾ സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തീരസമതലം, ഈ ഒരു കൊങ്കൺ തീരസമതലം ഇടുങ്ങിയതായിട്ടാണ് ഉള്ളത്. കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ്. വടക്ക് ഭാഗം സാൻഡി കോസ്റ്റ് ആണ്, മണൽ നിറഞ്ഞ തീരമാണ്. തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ റോക്കി കോസ്റ്റ് ആണ്, പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമായിട്ടാണ് കാണപ്പെടുന്നത്. ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങി തീരദേശ ഭൂരൂപങ്ങളും ഈ ഒരു കൊങ്കൺ തീരത്ത് കാണപ്പെടുന്നുണ്ട്. ക്ലിഫുകൾ കാണുന്നുണ്ട്, ദ്വീപുകൾ കാണാം, ബീച്ചുകൾ കാണാം. ഇത്തരത്തിലുള്ള തീരദേശ ഭൂരൂപങ്ങളെല്ലാം തന്നെ ഈ ഒരു കൊങ്കൺ തീരസമതലത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകൾ നമുക്ക് കാണാനായി സാധിക്കും. അത് ഈ ഒരു കൊങ്കൺ തീരത്താണ്. രത്നഗിരി തീരത്തെ ക്ലിഫാണ് ഈ ഒരു പിക്ചറിൽ ഇവിടെ തന്നിട്ടുള്ളത്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കി മാറ്റുന്നു. ഈ ഒരു പ്രദേശത്ത് സഹ്യാദ്രിയാണല്ലോ അടുത്തായിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകൾ അടുത്തുള്ളത് കൊണ്ട് ഇവയ്ക്ക് തീരെ ഒരുതരം ഇടുങ്ങിയതാണ് ഈ ഒരു തീരസമതലം എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ധാരാളം മഴ ലഭിക്കുന്നുണ്ട്. ആർദ്ര കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ധാരാളം ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള ഒരു തീരസമതലമാണ് കൊങ്കൺ തീരസമതലം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടായ മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊങ്കൺ തീരത്താണ്. നവശേവ, നവി മുംബൈ, മർമഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നുണ്ട്. ഇത്തരത്തിൽ നവശേവ തുറമുഖം, മർമഗോവ തുറമുഖം തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളുണ്ട്, മാൽപേ മത്സ്യബന്ധന ഹാർബർ ഉണ്ട്, കപ്പൽ നിർമ്മാണശാലകളുണ്ട്, ടൂറിസം കേന്ദ്രങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളുണ്ട്, വ്യവസായ കേന്ദ്രങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇവയെല്ലാം ചേർന്ന് കൊങ്കൺ തീരത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമായി നിലനിർത്തുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ, ഷഡ്ഭുജ ശിലകളുടെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ പറഞ്ഞത് മാൽപേ മത്സ്യബന്ധന ഹാർബർ എന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്നും മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ്. ദ്വീപ് നിറയെ ഷഡ്ഭുജം, ഹെക്സഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലെയുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തു രൂപപ്പെട്ടവയാണ് ഇവ. കോളുംനാർ ജോയിൻസ് എന്ന ജിയോളജീയ ശിലാമാതൃകയാണ് ഇത്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഷഡ്ഭുജ ശിലകൾ ഇതാണ്, ഷഡ്ഭുജാകൃതിയിലുള്ള ശിലകളാണ് ഇവിടെ ഉള്ളത്. 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തുവന്ന ലാവയിലൂടെ രൂപപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. കോളംനാർ ജോയിൻസ് എന്ന ജിയോളജീയ ശിലാമാതൃകയ്ക്ക് ഉദാഹരണമാണ് ഇത്. ഒരു പ്രധാന വിനോദസഞ്ചാരം കൂടിയാണ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലുള്ള സെന്റ് മേരീസ് ദ്വീപ് എന്നത്. അടുത്തത് മലബാർ തീരമാണ്. മലബാർ തീരം മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണ് ഉള്ളത്. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. മലബാർ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 580 കിലോമീറ്റർ ആണ്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ ഒരു തീരത്തിന്. ക്ലിഫുകളുണ്ട്, കടൽ സ്തംഭങ്ങളുണ്ട്, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടെ വീതി ഒരല്പം കൂടുതലാണ്. അതുപോലെ തന്നെ കൊങ്കൺ തീരത്തേതുപോലെ തന്നെ ക്ലിഫുകൾ കാണാം, കടൽ ഭൂരൂപങ്ങൾ കാണാം, കടൽ സ്തംഭങ്ങൾ കാണാം, ബീച്ചുകൾ കാണാം, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങി ധാരാളം തീരഭൂരൂപങ്ങൾ ഈ ഒരു പ്രദേശത്ത്, മലബാർ തീരപ്രദേശത്ത് കാണാനായി സാധിക്കും.
ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ സവിശേഷതയായി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മനോഹരമായ കായലുകളുണ്ട്, അഴിമുഖങ്ങളുണ്ട്. ഇവയെല്ലാം തന്നെ പടിഞ്ഞാറൻ തീരസമതലത്തെ വ്യത്യസ്തമാക്കി നിർത്തുന്ന പ്രത്യേകതകളാണ്. വേമ്പനാട്ട് കായൽ എന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒന്നാണ്. വേമ്പനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകളും വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിൽ ഒന്നാണ് നാഷണൽ വാട്ടർവേ 3 കേരളത്തിലാണ്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നുണ്ട്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ കാണാം. ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങൾ ഇവിടെ കാണാം. വർക്കല ക്ലിഫ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളമായിട്ട്. ഏഴിമല, ബേക്കൽ എന്നിവിടങ്ങളിൽ ക്ലിഫ് പോലെയുള്ള ഭൂരൂപങ്ങൾ കാണാം. ഇതുകൊണ്ട് വേമ്പനാട്ട് കായൽ, ഇവിടെ കായൽ പ്രസിദ്ധമാണെന്ന് പറഞ്ഞു. വേമ്പനാട്ട് കായലിന്റെ പിക്ചറാണ് തന്നിട്ടുള്ളത്. മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. മുഴുപ്പിലങ്ങാട് ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. പൊതുവെ തീരപ്രദേശത്തെ തണ്ണീർത്തടങ്ങളും അതുപോലെ കായലുകളുമൊക്കെ ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ. നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. നാഞ്ചിനാട്, കുട്ടനാട്, കോൾനിലകൾ തുടങ്ങിയവ നെല്ലറകളാണ്. നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയവ മത്സ്യബന്ധന ഹാർബറുകൾക്കും പ്രസിദ്ധമാണ്. ഇത് കൂടാതെ നമുക്ക് പറയാവുന്ന പോയിന്റ് ഒരെണ്ണമാണ് ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം മലബാർ തീരപ്രദേശമാണ് കേട്ടോ. ലഗൂണുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ്, കായലുകൾ കാണപ്പെടുന്നു. വേമ്പനാട്ട് കായൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറഞ്ഞു. ഈ കായലുകൾ കൊണ്ട്, മലബാർ തീരത്തെ കായലുകൾ കൊണ്ടുള്ള പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഉൾനാടൻ ജലഗതാഗതത്തിന് ഉപയോഗിക്കാം. നമ്മളിവിടെ പറഞ്ഞ പോലെ നാഷണൽ വാട്ടർവേ 3 കണ്ടു. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാം, അതുപോലെ വിനോദസഞ്ചാരത്തിനായൊക്കെ ഉപയോഗിക്കാം. ഇവയെല്ലാം ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സാമ്പത്തിക നിലവാരവും ജീവിത നിലവാരവും ഒക്കെ ഉയർത്തുന്നതിന് സഹായകമാണ്. അപ്പൊ ഇത്തരത്തിലാണ് പടിഞ്ഞാറൻ തീരസമതലം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മളിവിടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സ്ഥാനം കണ്ടു, വ്യാപ്തി കണ്ടു, ഉപവിഭാഗങ്ങൾ കണ്ടു, അവയുടെ സവിശേഷതകളും കണ്ടു. ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിലേക്ക് പോകാം. ആ ഒരു മാപ്പിൽ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ, 2 തരത്തിലാണ് കിഴക്കൻ തീരസമതലം ഉള്ളത്. ഒന്ന് കോറമൻഡൽ തീരം, 2 വടക്കൻ സർക്കാർ തീരം എന്നിങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കിഴക്കൻ തീരത്തിന്റെ പൊതുവെയുള്ള സവിശേഷതകൾ പഠിക്കാം. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലങ്ങളാണ് കിഴക്കൻ തീരസമതലം. പൂർവഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം. മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ്. ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ടതാണ് എന്ന്. പടിഞ്ഞാറൻ തീരസമതലം താഴ്ത്തപ്പെട്ട തീരമാണ്, അതായത് സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. കിഴക്കൻ തീരസമതലം ഉയർത്തപ്പെട്ട എമേർജ്ഡ് കോസ്റ്റ് ആണ്, ഉയർത്തപ്പെട്ട തീരമാണ്. ആ ഒരു ചേഞ്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഡിഫറൻസ് ആണ്, പ്രധാനപ്പെട്ട ഡിഫറൻസിൽ ഒന്നാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. അതുപോലെ വീതി കൂടുതലാണ്, കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് എന്ന വസ്തുതയെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ്
ഈ ഒരു തീരസമതലം. നമ്മൾ പടിഞ്ഞാറൻ സമതലത്തിൽ കായലുകളും അഴിമുഖങ്ങളും പറഞ്ഞു. കിഴക്കൻ തീരസമതലത്തിന്റെ പ്രത്യേകതയെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭൂരൂപമാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു രൂപമാണ് ഡെൽറ്റകൾ എന്ന് പറയുന്നത്. ഡെൽറ്റ രൂപീകരണം സംഭവിക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. ഇനി അവയുടെ രണ്ട് ഉപവിഭാഗങ്ങൾ പറയുമ്പോൾ ഒന്നാമത് നമുക്ക് വടക്കൻ സിർക്കാർ തീരം പറയാം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വടക്കൻ സർക്കാർ തീരം ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഉൾപ്പെടുന്നതാണ്. ഒഡീഷയിൽ അറിയപ്പെടുന്നത് ഉത്കൽ തീരം എന്നാണ്. ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സമതലം എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഉത്കൽ എന്നത് ഒഡീഷയുടെ ആദ്യകാല നാമമായി പറയപ്പെടുന്നു. നമ്മുടെ ദേശീയ ഗാനത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ഉത്കല ബംഗ എന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഉത്കൽ ഒഡീഷയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഉത്കൽ സമതലം എന്ന് ഒഡീഷയിൽ അറിയപ്പെടുന്നു. ആന്ധ്ര സമതലം എന്ന് ആന്ധ്രയിലും അറിയപ്പെടുന്നു. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു സമതലം. വടക്കൻ സർക്കാർ തീരം മുഖ്യമായിട്ടും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ട തീരസമതലമാണ്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ചിൽക്ക ലേക്ക്, ചിൽക്ക തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിലൊന്നാണ്. ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകവും ചിൽക്ക തടാകമാണ്. ഈ ചിൽക്ക തടാകം റാംസാർ പട്ടികയിൽ ചിൽക്ക തടാകത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റാംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ തണ്ണീർത്തടം ഏത് എന്ന് ചോദിച്ചാലും ഇതേ ചിൽക്ക തടാകമാണ് കേട്ടോ. റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 1981 പിന്നെ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണെന്ന് നമ്മൾ പറഞ്ഞു. ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി വളർത്തൽ കേന്ദ്രമുണ്ട്. അതാണ് നൽബാന എന്നത്. നൽബാനയാണ് കേട്ടോ. നൽബാന. ഓക്കെ, നൽബാന. ഇതുകൂടാതെ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നേരത്തെ പറഞ്ഞ നൽബാന ദ്വീപ്, ഹണിമൂൺ ദ്വീപ്. ഇവയൊക്കെ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ്. ഇനി കൊല്ലേരുവിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കൊല്ലേരു ആന്ധ്രാപ്രദേശിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാലും കൊല്ലേരു ആണ് കേട്ടോ. കൃഷ്ണ, ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് ഈ ഒരു കൊല്ലേരു സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണ, ഗോദാവരി ഡെൽറ്റകൾക്കിടയിലാണ് കൊല്ലേരു ഉള്ളത്. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് ചിൽക്ക ലേക്ക് ഉള്ളത്. ഓക്കെ, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസുലിപട്ടണവുമാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. വിശാഖപട്ടണം തുറമുഖമുണ്ട്, മസുലിപട്ടണവുമുണ്ട്. ഇവയാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ്. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസുലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു. ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളുണ്ട്. വിശാഖപട്ടണം, മസുലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും ഇവിടെയാണ് കാണപ്പെടുന്നത്. ഇത് ആ ഒരു ജനതയുടെ, തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കിഴക്കൻ തീരങ്ങളിൽ തുറമുഖങ്ങൾ കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും കുറവായിട്ടുള്ളത്? പ്രധാനമായിട്ടും നമ്മളിവിടെ പറഞ്ഞത് കണ്ടോ, ഇവിടെ ഡെൽറ്റ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഒരു സമതലം എന്ന് പറഞ്ഞു. തുറമുഖങ്ങൾ ഉണ്ടാവണമെങ്കിൽ, തുറമുഖങ്ങൾ കൊണ്ടുവരണമെങ്കിൽ തന്നെ നല്ല ആഴത്തിൽ, ഇപ്പൊ മഹാനദി അതുപോലെ തന്നെ മറ്റുള്ള നദികളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു എക്കൽ നിക്ഷേപങ്ങൾ, ഡെൽറ്റ നിക്ഷേപങ്ങൾ വരുമ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരം
പടിഞ്ഞാറൻ തീരത്തേക്കാൾ നിമ്നോന്നതമായതുകൊണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ആഴം കുറഞ്ഞ ലഗൂണുകളും ഡെൽറ്റകളും വിശാലമായിട്ടുള്ള മണൽത്തിട്ടുകളുമായിരിക്കും കാണുന്നത്. വലിയ കപ്പലുകളൊക്കെ അടുക്കാൻ ആവശ്യമായിട്ടുള്ള സ്വാഭാവിക ആഴമുള്ള അഴിമുഖങ്ങൾ ഇവിടെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു തുറമുഖങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കുറവായിട്ടുള്ളതിന് കാരണം. ഇവിടെ ഒരു സ്വാഭാവിക തുറമുഖങ്ങളൊന്നും കാണപ്പെടുന്നില്ലല്ലോ. പടിഞ്ഞാറൻ തീരത്താണെങ്കിൽ മുംബൈ, കൊച്ചി, മർമഗോവ പോലെയുള്ള നിരവധി പ്രകൃതിദത്തമായ ആഴമേറിയ നാച്ചുറൽ ഹാർബേഴ്സ് ഉണ്ട്, തുറമുഖങ്ങളുണ്ട്. കിഴക്കൻ തീരത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹാർബേഴ്സ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് കാരണം പ്രധാനമായിട്ടും ആഴക്കുറവ്, നദികളിൽ നിന്നുള്ള അടിക്കടിയുള്ള നിക്ഷേപം, ഇവയൊക്കെയാണ് കാരണമായിട്ട് നമുക്ക് പറയാവുന്നത്. അടുത്തത് കോറമന്റൽ തീരമാണ്. വടക്കൻ സിർക്കാസ് നമ്മൾ കണ്ടു. ഇനി കോറമന്റൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന സമതലമാണ് ഇത്. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന സമതലമാണ് കോറമന്റൽ തീരം എന്ന് പറയുന്നത്. കാവേരി നദി ഡെൽറ്റയും ഈ സമതലത്തിന്റെ ഭാഗമാണ്. കാവേരി നദി ഡെൽറ്റയും ഈ ഒരു സമതലത്തിന്റെ കോറമന്റൽ തീരത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമന്റൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു. കൃഷ്ണ നദി മുതൽ കന്യാകുമാരി വരെയാണ് കോറമന്റൽ തീരത്തിന്റെ നീളം വരുന്നത്. കാവേരി ഡെൽറ്റ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കോറമന്റൽ തീരം. ഇവിടെ ഫലഭൂയിഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നെൽകൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്, സ്ഥലമാണ്. കോറമന്റൽ തീരത്തെ ഒരു പ്രധാനപ്പെട്ട തടാകമാണ് പുലിക്കാട്ട് തടാകം എന്ന് പറയുന്നത്. ഈ പുലിക്കാട്ട് തടാകം തമിഴ്നാട് ആന്ധ്ര ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പുലിക്കാട്ട് തടാകമാണ്, ആന്ധ്രാപ്രദേശ്. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ. പുലിക്കാട്ട് തടാകം പക്ഷി സങ്കേതം കൂടിയാണ്. അതുപോലെ പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചവാരം, കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമതലത്തിന്റെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. പുലിക്കാട്ട് തടാകം, പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങളും പിച്ചവാരം, കണ്ടൽക്കാടുകളും ഈ ഒരു തീരസമതലത്തിന്റെ സവിശേഷതകളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടല്ലൂർ എന്നിവ. ഈ ഒരു പ്രദേശത്തെ കോറമന്റൽ തീരത്തെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം, കടല്ലൂർ എന്നിവ. ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. മറീന ബീച്ചിന്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു മറീന ബീച്ച് പ്രസിദ്ധമായിട്ടുള്ള ഒരു വിനോദസഞ്ചാരം കൂടിയാണ്. ഇത് കോറമന്റൽ തീരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം, അവയുടെ ഉപവിഭാഗങ്ങളും സവിശേഷതകളും കണ്ടു. ഇനി നമുക്ക് ദ്വീപുകൾ പഠിക്കാനുണ്ട്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളെ കൂടാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങൾ കൂടി ഇന്ത്യക്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ലക്ഷദ്വീപ് ഉണ്ട്, അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുണ്ട്. ലക്ഷദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലക്ഷദ്വീപ് അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലുമാണ് കാണപ്പെടുന്നത്. നമുക്കത് മാപ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നോക്കാം. ഇതിവിടെ നോക്കിക്കേ, ലക്ഷദ്വീപ് അറബിക്കടലിലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലുമാണ് കാണപ്പെടുന്നത്. അപ്പൊ അവയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. തീരത്തോടടുത്ത് കാണപ്പെടുന്ന ചെറുദ്വീപുകളല്ലാതെ പ്രധാനപ്പെട്ട 2 ദ്വീപ സമൂഹങ്ങളാണ് നമുക്കുള്ളത്. ഒന്നാമത്തേത് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ ഒരു ദ്വീപാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. ലക്ഷദ്വീപ് കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പൊറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. കേരള തീരത്തു നിന്നും 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി സ്ഥിതി ചെയ്യുന്നവയാണ് ഇവ. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ലക്ഷദ്വീപുകൾ പവിഴപ്പൊറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന
ഈ ദ്വീപ സമൂഹത്തിൽ 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. എത്ര ദ്വീപുകളുണ്ട് എന്നുള്ളതും എത്ര ദ്വീപുകളിൽ ജനവാസമുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. 36 ദ്വീപുകളാണ് ലക്ഷദ്വീപിലുള്ളത്. 10 ദ്വീപുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തി ദ്വീപാണ്. കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. തലസ്ഥാനം ഏതാണ്? കവരത്തി ദ്വീപാണ്. കവരത്തി. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. ലക്ഷദ്വീപിൽ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്താണ്. ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണൽ ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകൾ. പവിഴജന്യ മണൽ ബീച്ചുകളുണ്ട്, ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാന സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പം 36 ദ്വീപുകളാണ് പൊതുവെ ഉള്ളത്. 10 ജനവാസമുള്ളത്. തലസ്ഥാനം വരുന്നത് കവരത്തിയാണ്. ഏറ്റവും വലുത് ആന്ത്രോത്താണ്. ലഗൂണുകൾ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ലഗൂണുകൾ എന്ന് ആദ്യം നോക്കാം. ഇതാണ് ഒരു ലഗൂണിന്റെ ചിത്രം. അഗത്തി ദ്വീപും ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് ലഗൂൺ? കടൽ തീരങ്ങളിൽ മണൽ തിട്ടകളാലോ പവിഴപ്പുറ്റുകളാലോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളാണ് ലഗൂണുകൾ. കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകൾ കൊണ്ടോ അതുപോലെ പവിഴപ്പുറ്റുകൾ കൊണ്ടോ കടലിൽ നിന്നും വേർതിരിക്കപ്പെട്ടിട്ടുള്ള ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് പൊതുവെ ലഗൂണുകൾ എന്ന് പറയുന്നത്. അഗത്തി ദ്വീപാണ്. അഗത്തി ദ്വീപിന് ചുറ്റുമുള്ള ലഗൂണുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ലഗൂണുകൾ എന്താണെന്ന് മനസ്സിലായി. മത്സ്യബന്ധനമാണ് പ്രധാനപ്പെട്ട തൊഴിലായിട്ട് വരുന്നത് ദ്വീപുകളിൽ. ഇവിടെ നിന്നും ലഭിക്കുന്ന പ്രധാന മത്സ്യ ഇനം ചൂരയാണ്. ചൂര മത്സ്യ ഇനമാണ് ഇവിടെ പ്രധാനമായും ലഭിക്കുന്നത്. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ചൂര മത്സ്യം ഉണക്കി ഉണ്ടാക്കിയെടുക്കുന്ന മാസ് ഏറെ പ്രസിദ്ധമാണ്. ഓക്കെ, ഇവിടെ പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ചൂരയാണ്. ഇതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അത്തരത്തിൽ ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്നവയെ മാസ് എന്ന് പറയുന്നു. ഇത് ഏറെ പ്രസിദ്ധമാണ്. തെങ്ങാണ് പ്രധാനപ്പെട്ട വിള. ആദ്യം നമ്മൾ പറഞ്ഞത് മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിലിനം എന്നാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് അവിടുത്തെ കാർഷിക വിളയാണ്. പ്രധാനമായും അവിടെ കൃഷി ചെയ്യുന്ന വിള തെങ്ങാണ്. തെങ്ങാണ് പ്രധാന കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പമുള്ള മറ്റ് പരമ്പരാഗത തൊഴിലുകൾ. മത്സ്യബന്ധനം പ്രധാനപ്പെട്ടതാണ്. മറ്റ് പ്രധാനപ്പെട്ട പരമ്പരാഗത തൊഴിലുകളായി പറയാവുന്നത് കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ്. കാരണം എന്താണ്? തെങ്ങാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിള എന്ന് പറയുന്നത്. അപ്പൊ കൊപ്ര നിർമ്മാണമുണ്ട്, അതുപോലെ കയർ നിർമ്മാണവുമുണ്ട്. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടെ ഒരു ആധുനിക തൊഴിൽ മേഖലയാണ് എന്ന് പറയുന്നു. ലഗൂണുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ ഇവയെല്ലാം ഉണ്ട് അവിടെ. ഇത്തരത്തിലുള്ള സവിശേഷതകളെ എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അനുദിനം അവിടുത്തെ വിനോദസഞ്ചാരം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ തൊഴിൽ മേഖലയായി വികസിക്കുകയാണ് ചെയ്യുന്നത്. ആധുനിക തൊഴിൽ മേഖല കൂടിയാണ് ഇവയൊക്കെ. സ്കൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക വിനോദസഞ്ചാരവും വളർന്നു വരുന്ന ഒരു തൊഴിൽ സാധ്യതയായിട്ടാണ് പറയുന്നത്. ഇത്തരം ഇടങ്ങളിൽ സ്കൂബ ഡൈവിംഗ് സാധ്യമാണ്. അപ്പൊ സ്കൂബ ഡൈവിംഗ് പോലെയുള്ള സാഹസിക വിനോദസഞ്ചാരങ്ങളും ഇവിടുത്തെ തൊഴിൽ സാധ്യതകളായിട്ടാണ് പറയുന്നത്. അപ്പൊ പവിഴ ദ്വീപുകൾ എന്താണ് എന്നത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റും പവിഴ ദ്വീപുകളെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പവിഴദ്വീപ്? എങ്ങനെയാണ് പവിഴദ്വീപ് വർക്ക് ചെയ്യുന്നത്? കോറൽ പോളിപ്പുകൾ, കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പൊറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറൽ പോളിപ്പുകൾ എന്നാണ് ആ സൂക്ഷ്മ സമുദ്രജീവി. കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നു. കോറലുകളുടെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. ഈ കോറൽസിന്റെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റുകളാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് സഹായിക്കുന്നത്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങളാണ് എടുക്കുന്നത്. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴ ദ്വീപുകൾ, കോറൽ ഐലൻഡ്സ് ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നുണ്ട്.
വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ പറയുന്നത് കോറൽ പോളിപ്സ് എന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ കാലങ്ങൾ വർഷങ്ങൾ എടുത്തുകൊണ്ട് അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. ഇവയുടെ സ്രവമായിട്ടുള്ള ഈ കോറൽസിന്റെ സ്രവമായിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ആണ് ഈ ഒരു പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത്. അതുകൂടാതെ ഇത്തരത്തിലുള്ള പവിഴപ്പുറ്റുകൾ പർവ്വത തലപ്പുകളിൽ കടൽ നിരപ്പിന് മുകളിലുള്ള പർവ്വത നിരപ്പുകളിൽ നിന്നാണ് ഈ പറ്റിപ്പിടിച്ചാണ് പവിഴ ദ്വീപുകൾ കോറൽ ഐലാൻഡ്സ് ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പോളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച നിറങ്ങളിൽ വിവിധ വർണ്ണങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പറയുന്ന പവിഴപ്പുറ്റുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ഒക്കെ ആവാസ കേന്ദ്രം കൂടിയാണ്. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന് തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് കാണപ്പെടുന്നത്, തീരത്തോട് ചേർന്നാണ്, തെളിഞ്ഞ ജലത്തിലാണ്, താരതമ്യേന ആഴം കുറഞ്ഞ ഇടങ്ങളിലാണ്, ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിലുണ്ട്, അതുകൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ചിലുണ്ട്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാറിലുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഇവ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതാണ് പവിഴ ദ്വീപുകൾ. ഇപ്പൊ ലക്ഷദ്വീപിൽ ഒരു പവിഴപ്പുറ്റിന്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത്തരത്തിൽ കളർഫുൾ ആയിട്ടും കാണുന്നുണ്ട്, അല്ലാതെയും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ലക്ഷദ്വീപ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചാണ് നോക്കേണ്ടത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാറിന്റെ ഒരു ലൊക്കേഷൻ നമ്മൾ മാപ്പിൽ കണ്ടതാണ്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന ഭാഗമാണ് 10 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ആൻഡമാൻ എന്നും നിക്കോബാർ എന്നും രണ്ടായി തിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. ഇത് നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത്. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളുള്ളതിൽ 38 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞത് 36, 10 ഇവിടെ 572, 38. 572 ദ്വീപുകളുണ്ട് ഏകദേശം. അതിൽ 38 ദ്വീപുകളിൽ ജനവാസമുണ്ട്. മിക്ക ദ്വീപുകളിലും തദ്ദേശീയരായിട്ടുള്ള ഗോത്ര ജനവിഭാഗങ്ങളാണ് മിക്ക ദ്വീപുകളിലും അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. പോർട്ട് ബ്ലെയർ ആണ് ഈ ഒരു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഉള്ളത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇത് ഉള്ളത് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. 2004 ഉണ്ടായ സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. 2004 സുനാമി ഉണ്ടായപ്പോൾ ഈ ഒരു ഭാഗം 4 മീറ്ററോളം കടലിൽ മുങ്ങിപ്പോയി. നോർത്ത് ആൻഡമാനിലെ റോസ് ഐലൻഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഇവിടെ തന്നിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാറിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പാണ്. ഇത് കണ്ടോ, ബംഗാൾ ഉൾക്കടൽ ഇവിടെയാണ്. നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ എവിടെയായിട്ടാണ് വരുന്നത്, ലിറ്റിൽ ആൻഡമാൻ. ഇത് കണ്ടോ, 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപ് എന്നും അതുപോലെ നിക്കോബാർ ദ്വീപ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ താഴെയായിട്ട് കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റ് നിക്കോബാർ, ഇന്ദിരാ പോയിന്റ് എന്നും തന്നിട്ടുണ്ട്. ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാറിലാണ് ഉള്ളത്. സെന്റിനൽ ദ്വീപും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവയെല്ലാം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതായത് ഇവ ഓരോന്നും ഏത് ഡിഗ്രി ചാനലിലാണ്, ഇവ ഓരോന്നിനെയും വേർതിരിക്കുന്നത് ഏത് ഡിഗ്രി ചാനലാണ് എന്നിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇവയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് മറ്റ് ക്ലാസ്സുകളിൽ വരുന്നതിനനുസരിച്ച് പഠിക്കാം. നമുക്ക് ഇവിടെ ഉള്ളത് മാത്രം പഠിച്ചു പോകാം കേട്ടോ. ഇവിടെ ഉള്ളത് നമ്മൾ എന്തായാലും ക്ലിയർ ആക്കണം. അപ്പോൾ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ് ആൻഡമാൻ ദ്വീപുകൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ.
രണ്ടായി വേർതിരിക്കുന്നത്, ആൻഡമാൻ എന്നും നിക്കോബാർ എന്നും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. ബാരൻ ദ്വീപ്, ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ. സ്ഥിതി ചെയ്യുന്നത് നാർക്കൊണ്ടം ദ്വീപിലാണ്, അത് നിക്കോബാറിലാണ്. നിക്കോബാർ ദ്വീപ സമൂഹത്തിലാണ് ഉൾപ്പെടുന്നത്. 38 ദ്വീപുകളിലായിട്ട് ജനവാസമുണ്ട്. ഏകദേശം 572ഓളം ദ്വീപ സമൂഹങ്ങളാണ് ഉള്ളത്. ഇതിൽ മിക്കതും താമസമുള്ളവയിൽ, ജനവാസമുള്ളവയിൽ മിക്ക ദ്വീപുകളിലും തദ്ദേശീയരായിട്ടുള്ള ഗോത്ര ജനവിഭാഗമാണ് ഉള്ളത്. തലസ്ഥാനം വരുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ടുള്ള പോയിന്റ് ഇന്ദിര പോയിന്റ് ആണ്. ഇന്ദിര പോയിന്റ് ഗ്രേറ്റ് നിക്കോബാറിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ മാപ്പും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഭൂരൂപങ്ങളും മറ്റും നോക്കാം. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളാണ്. മണൽ ബീച്ചുകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, സമുദ്ര കമാനങ്ങളുണ്ട്. സമുദ്ര കമാനം നെയിൽ ദ്വീപ്, നോർത്ത് ആൻഡമാൻ. നെയിൽ ദ്വീപ് എവിടെയാണ്? നോർത്ത് ആൻഡമാനിലാണ്. അവിടെ ഇതാ സമുദ്ര കമാനത്തിന് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ, ക്രീക്സ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, വേലിയേറ്റ ചാലുകൾ തുടങ്ങിയവ ഇവിടുത്തെ സവിശേഷതകളായിട്ട് പറയപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നത് കൊണ്ട് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളുമെല്ലാമുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പവിഴപ്പുറ്റുകളുണ്ട്, ബീച്ചുകളുണ്ട്, ചുണ്ണാമ്പുകൽ ഗുഹകളുമുണ്ട്. ഇവ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള, വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന തരത്തിലുള്ള സവിശേഷതകളാണ്. ഇവ പ്രധാനമായിട്ടും മഴ ലഭിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലക്ഷദ്വീപിനെ കുറിച്ചും പഠിച്ചു, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് തീരഭൂരൂപങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മൾ ഒരുപാട് തീരഭൂരൂപങ്ങൾ ഇവിടെ പഠിച്ചല്ലോ. ഇങ്ങനെയാണ് മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, ഭൂരൂപങ്ങൾ പലതരത്തിൽ നമ്മൾ പഠിച്ചു. മേലെ ലക്ഷദ്വീപ് പഠിച്ചപ്പോഴും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പഠിച്ചപ്പോഴൊക്കെ പഠിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ തീരഭൂരൂപങ്ങളും നമ്മൾ ഇനി ഇവിടെ പഠിക്കും. ഓരോ ഭൂപ്രദേശത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിവിധ ഭൂരൂപ രൂപീകരണ സഹായികളാണ് ഇവയൊക്കെ നിർമ്മിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു, കാറ്റ് കൊണ്ട് രൂപപ്പെടുന്നവ, നദി കൊണ്ട് രൂപപ്പെടുന്നവയൊക്കെ. അപ്പൊ കാറ്റ്, ഹിമാനി, നദികൾ എന്നിങ്ങനെയുള്ളവ വിവിധ ഭൂരൂപ രൂപീകരണ സഹായികൾ നടത്തുന്ന ഭൂരൂപങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി തീരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ, തീരപ്രദേശങ്ങളിൽ തിരമാലകളാണ് പ്രധാന ഭൂരൂപ രൂപീകരണ സഹായികളായിട്ട് മാറുന്നത്. തിരമാലകളുടെ അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങൾ വഴി രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവ പഠിക്കുന്നതിന് എളുപ്പത്തിനായിട്ട് നിങ്ങൾക്ക് തിരമാലകളുടെ ഭൂരൂപം നടത്തുമ്പോൾ ഏതൊക്കെ ഭൂരൂപങ്ങളാണ് എന്നുള്ളത് ഒരു കോളത്തിൽ തയ്യാറാക്കാം. അതുപോലെ അപരദനം കൊണ്ടുണ്ടാവുന്നവ, അതുപോലെ നിക്ഷേപണം കൊണ്ടുണ്ടാവുന്നവ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ച് നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് പറ്റും. കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും പഠിക്കാനായിട്ട്. പറഞ്ഞു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്താണ് തിരമാലകൾ കൊണ്ടുണ്ടാവുന്ന, തീരപ്രദേശങ്ങളിലെ തിരമാലകൾ കൊണ്ടുണ്ടാവുന്ന ഭൂരൂപങ്ങൾ എന്ന് നോക്കാം. ആദ്യം നമ്മൾ തുടങ്ങുന്നത് ക്ലിഫിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം, സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് ക്ലിഫുകൾ എന്ന് പറയുന്നത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെ ക്ലിഫുകൾ, കടൽ തീര ക്ലിഫുകൾ അല്ലെങ്കിൽ സീ ക്ലിഫ്സ് എന്ന് പറയാം. സമുദ്ര തീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളാണ് ക്ലിഫുകൾ എന്ന് അറിയപ്പെടുന്നത്. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ, അപരദനമാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപരദനം, അപ്പോൾ അപരദന കോളത്തിലൊന്ന് ഫില്ലായിട്ടുണ്ട്. ഏതാണ്? ക്ലിഫുകൾ അപരദനത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗങ്ങളെയാണ് ക്ലിഫുകൾ, സീ ക്ലിഫ് അല്ലെങ്കിൽ കടൽ തീര ക്ലിഫുകൾ എന്ന് പറയുന്നത്. തിരമാലകൾ അടിക്കുന്ന സമയത്ത് തീരശിലകൾക്ക് അപരദനം മൂലം ഇവ നീക്കം ചെയ്യപ്പെട്ടിട്ട്
ഇവിടെ ചെങ്കുത്തായിട്ടുള്ള കരഭാഗം ഉണ്ടാവുന്നു. ഇതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും സംഭവിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തീരശിലകൾക്ക് ദ്വാരങ്ങൾ, ചെറുദ്വാരങ്ങൾ രൂപപ്പെടുകയും അത് പിന്നീട് വലുതായി വലുതായി മാറുകയും ചെയ്യുന്നു. അതിലൂടെ സമുദ്ര ഗുഹകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സമുദ്ര ഗുഹകൾ ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. അടുത്ത് നോക്കുമ്പോൾ സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്രഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയിലൂടെ ഇരുഗുഹകളും ചേർന്ന് കമാനാകൃതി കൈവരിക്കുന്നു. ഇതാണ് സമുദ്ര കമാനം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു തീരശിലയാണ്. ഇവിടെ ഇങ്ങനെ തിരമാല അടിച്ചടിച്ചടിച്ച് ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ചെങ്കുത്തായ ഈ ഒരു ഭാഗം ഉണ്ടാകുന്നു. ഇതിനെ ക്ലിഫ് എന്ന് പറയുന്നു. അതിനുശേഷം ചെറിയ ദ്വാരം രൂപപ്പെടുന്നു. അവ ക്രമേണ വലുതാകുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? സമുദ്ര ഗുഹ ഉണ്ടാകുന്നു. ഈ ഒരു സൈഡിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നും ഈ ഒരു ഭാഗത്തു നിന്നും ഒരേപോലെ തിരമാലയുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇവ എന്ത് സംഭവിക്കും? ഇവിടെ ദ്വാരം രൂപപ്പെടുന്നു. അങ്ങനെ ഇത് ക്രമേണ കമാനമായി മാറുന്നു. നമ്മൾ നേരത്തെ കമാനം കണ്ടില്ലേ? ഇതുപോലെ ഈ സൈഡിൽ നിന്നും അപരദനം സംഭവിച്ചു, അതുപോലെ ആ സൈഡിൽ നിന്നും അപരദനം സംഭവിക്കുന്നു. ഇങ്ങനെ കമാനം രൂപപ്പെട്ട് വരുന്നു. ഇതാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയാകുന്നു. ഇതാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഈ തിരമാലകളുടെ ഈ പ്രവർത്തനം കണ്ടിന്യൂസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു തിരമാലകളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം കൂടി അപരദന പ്രക്രിയയുടെ ഫലമായി നിലം പതിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതിങ്ങനെ മാറി സമുദ്രത്തിൽ മാറി കരഭാഗത്തോട് ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കും. അതിനെയാണ് നമ്മൾ സമുദ്ര സ്തംഭം എന്ന് പറയുന്നത്. കമാന ഭാഗം തീരത്തു നിന്നും വേർപെട്ട് ഒരു തൂണ് പോലെ ബാക്കിയായി നിൽക്കുന്നു. ഇതാണ് സമുദ്ര സ്തംഭം എന്ന് പറയുന്നത്. അപ്പൊ ക്ലിഫ് എന്താണ്? സമുദ്ര ഗുഹ എന്താണ്? സമുദ്ര കമാനം എന്താണ്? സമുദ്ര സ്തംഭം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവയെല്ലാം തന്നെ അപരദന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. അതുകൂടാതെ തിരമാലയുടെ പ്രവർത്തന ഫലമായിട്ട് വിവിധ നിക്ഷേപണ ഭൂരൂപങ്ങളും നമുക്ക് തീരപ്രദേശത്ത് ഉണ്ടാകാറുണ്ട്. അതാണ് ഇനി പറയുന്നത്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ബീച്ചുകൾ തിരമാലയുടെ ഒരു നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ്. വേലിയേറ്റ നിരപ്പും വേലിയിറക്ക നിരപ്പിനുമിടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന മണൽ, ചരൽ എന്നിവയൊക്കെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ഇതാണ് വേലിയേറ്റ നിരപ്പ്. ഇതിവിടെ വേലിയിറക്ക നിരപ്പുണ്ട്. ഈ പിക്ചർ ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഭാഗം ഇതാണ് ബീച്ച്. ഓക്കെ. അപ്പൊ ഒരു നിക്ഷേപണ ഭൂരൂപത്തിന് ഉദാഹരണമാണ് ബീച്ച് എന്ന് പറയുന്നത്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മണൽ, ചരൽ എന്നിവ അടിഞ്ഞു രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ. ഇത്തരത്തിൽ വേലിയേറ്റ വേലിയിറക്ക നിരപ്പുകൾക്കിടയിലുള്ള പ്രദേശത്ത് തിരമാലയുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ബീച്ചുകൾ രൂപപ്പെടുന്നു. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ എന്ന് പറയുന്നത്. ഇതാണ് പൊഴികൾ. കടൽ തീരത്തിന് സമാന്തരമായി തന്നെ തിരമാലകളുടെ നിക്ഷേപണ ഫലമായി രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് പൊഴികൾ എന്ന് പറയുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെയാണ് മണൽ നാക്കുകൾ. ഇത് കണ്ടോ, ഇതാണ് മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. കടൽ തീരത്തിന് സമാന്തരമായിട്ട് തിരമാലകൾ നിക്ഷേപിച്ച് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള മണൽത്തിട്ടകളെയാണ്, താൽക്കാലിക മണൽത്തിട്ടകളെയാണ് പൊഴികൾ എന്ന് പറയുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളെ മണൽ നാക്കുകൾ എന്നും പറയുന്നു, സ്പിറ്റ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവയാണ് നിക്ഷേപണ ഭൂരൂപങ്ങൾ.
അതുപോലെ നമ്മൾ അപരദന ഭൂരൂപങ്ങളും കണ്ടു. അടുത്തത് കാലാവസ്ഥയാണ്. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത്. നമ്മുടെ തീരപ്രദേശം ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത് എങ്കിൽ കൂടി മിതമായ കാലാവസ്ഥയാണ് ഉള്ളത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത് എങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ ഒന്നും അനുഭവപ്പെടാറില്ല. അതിന് കാരണം എന്താണ്? സമുദ്രത്തിന്റെ സാമീപ്യമാണ് ഇതിന് കാരണം. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുമ്പോൾ കടലാണെങ്കിൽ സാവധാനത്തിലെ ചൂടുപിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇത് കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. ഈ കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടലും കരയും രണ്ട് തരത്തിലാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് തന്നെ ചൂടുപിടിക്കുകയും വേഗം തന്നെ തണുക്കുകയും ചെയ്യുന്നുണ്ട്. കടൽ സാവധാനത്തിൽ ചൂടുപിടിച്ച് സാവധാനത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ കടൽക്കാറ്റും കരക്കാറ്റും രൂപപ്പെടുന്നു. കടൽ കാറ്റുകൾ, ഇത്തരത്തിലുള്ള കാറ്റുകൾ നമ്മുടെ തീരപ്രദേശത്തിന്റെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നു. ഇതിനാണ് പ്രധാനമായും കാറ്റുകൾ തീരപ്രദേശത്തെ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കടൽ കാറ്റുകളും കരക്കാറ്റുകളും? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇവിടെ വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കര വേഗം ചൂടുപിടിക്കുന്നു. നമ്മൾ പറഞ്ഞാണ് കര വേഗം ചൂടുപിടിക്കും, കര വേഗം തണുക്കും. തീരപ്രദേശത്ത് പകൽ സമയത്ത് കര വേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവും ആയിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. ഉച്ചമർദ്ദം എന്ന് പറയുമ്പോൾ ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ. ന്യൂനമർദ്ദം എന്ന് പറയുമ്പോൾ ലോ പ്രഷറാണ്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത്. പകൽ സമയങ്ങളിൽ കരവേഗം ചൂടുപിടിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ലോ പ്രഷർ കാരണം ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലോ പ്രഷർ കാരണം ഇവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. ആ സമയമാണ് ഇവിടെ ലോ പ്രഷർ ഉണ്ടാകുന്നത്. ആ സമയം കടലിലെ വായു എന്താണ്? കടലിൽ ചൂട് പിടിച്ച് വരുന്നല്ലേ ഉള്ളൂ. അവിടെ ചൂട് കുറവാണ്. കുറവ് ചൂടിൽ ഹൈ പ്രഷറിലുള്ള ഈ ഒരു വായു ലോ പ്രഷറിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ന്യൂനമർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പ്രവഹിക്കുന്ന കാറ്റിനെ നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നു. ഇത് കണ്ടോ, ഈ പിക്ചറിൽ നോക്കിക്കേ, ഇതാണ് കടൽ കാറ്റ്. പകൽ സമയത്ത് ഈ ഒരു കരഭാഗം വേഗം ചൂട് പിടിച്ച് ഇവിടുത്തെ വായു മുകളിലേക്ക് ഉയർന്നു. ഉഷ്ണവായുവാണ് മുകളിലേക്ക് ഉയർന്നു. ഇവിടെ ഒരു ലോ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കടലിലെ കാറ്റ് തണുത്തിരിക്കുകയാണ്. കടലിലെ കാറ്റ് ഹൈ പ്രഷർ ആയതുകൊണ്ട് ലോ പ്രഷറിലേക്ക് നീങ്ങാണ്. ഈ കാറ്റിനെ നമ്മൾ കടൽ കാറ്റ് എന്ന് പറയുന്നു. ഇനി തിരിച്ച് രാത്രിയിലേക്ക് വരുമ്പോൾ ഇതിന് വിപരീതമായി രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നത് കാരണം ഇവിടെയാണ് ഹൈ പ്രഷർ ഉണ്ടാകുന്നത്. സെയിം സംഭവമാണ് ഇവിടെ ഹൈ പ്രഷർ. കരയിൽ ഹൈ പ്രഷർ ഉണ്ടാകുന്നു. ലോ പ്രഷർ എവിടെയാണ്? കടലിലാണ് ഉണ്ടാകുന്നത്. ഇവിടുന്ന് ഇപ്പൊ നിങ്ങൾ പറയൂ, എവിടുന്ന് എങ്ങോട്ടേക്കാണ് കാറ്റ് സാധാരണ പോവുക? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് പോകുന്നത്. അപ്പൊ ചൂട് കൂടുതലുള്ള ഭാഗത്ത് ലോ പ്രഷർ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? കരയേക്കാൾ കടലിൽ താരതമ്യേന ചൂട് കൂടുതലായതുകൊണ്ട് ന്യൂനമർദ്ദമായിരിക്കും. എപ്പോ? രാത്രികാലങ്ങളിൽ. കരയേക്കാൾ കടലിൽ താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. ഇത് മെല്ലെ അല്ലേ തണുക്കുള്ളൂ. ചൂട് കൂടിയിട്ട് മെല്ലെയാണ് തണുക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും? ലോ പ്രഷർ ആയിരിക്കും. ലോ പ്രഷർ ആകുമ്പോൾ എങ്ങനെയാണ്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കരക്കാറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയുന്നു.
ഇത് കാരണം ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇവിടെ ഹൈ പ്രഷർ സിറ്റുവേഷൻ ഉണ്ടാകുന്നു. എന്നാൽ കടലിൽ കരയേക്കാൾ ചൂട് താരതമ്യേന കൂടുതലായതുകൊണ്ട് ന്യൂനമർദ്ദമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോ ഉച്ചമർദ്ദ മേഖലയായ കരയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയായ കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ്. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. കര പെട്ടെന്ന് ചൂട് പിടിക്കും, അതുപോലെ തന്നെ തണുക്കുകയും ചെയ്യും. കടൽ ആണെങ്കിൽ സാവധാനത്തിൽ ചൂട് പിടിക്കുന്നു, സാവധാനത്തിൽ തണുക്കുന്നു. ആ ഒരു വ്യത്യാസം ഇവിടെ മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് മാത്രമേ കാറ്റ്, ഈ ഫ്ലൂയിഡ്സ് സഞ്ചരിക്കുള്ളൂ. അവ ഒരു ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് എവിടേക്കാണ് പോകുന്നത്, അതിനനുസരിച്ചാണ് ഈ ഒരു വ്യത്യാസം. കടൽക്കാറ്റും കരക്കാറ്റും മനസ്സിലാക്കാനായിട്ട് എളുപ്പമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ്, മൺസൂൺ കാറ്റുകളാണ് തീരദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായി നമ്മളിവിടെ പറയുന്നത്. മൺസൂൺ കാറ്റുകൾ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ നൽകുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു പടിഞ്ഞാറൻ മൺസൂണും പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം നമുക്ക് മഴ തരുന്നത്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും അതുപോലെ തീരങ്ങളിലുമാണ്. മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപുകളിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉയർന്ന തോതിൽ മഴ പെയ്യിക്കുന്നു. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉയർന്ന തോതിൽ മഴ നൽകുന്നുണ്ട്. എന്നാൽ കിഴക്കൻ തീരസമതലങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണ് ഇത്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലത്തിലാണ് കിഴക്കൻ തീരങ്ങളിൽ കോറമാൻഡൽ തീരത്തിലൊക്കെ മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഈ പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത്. തുലാവർഷം, പിൻവാങ്ങൽ, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തിൽ നമ്മുടെ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ തുലാവർഷം എന്നാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചക്രവാതങ്ങളിൽ നിന്നും കിഴക്കൻ തീരത്ത് മഴ ലഭിക്കുന്നുണ്ട്. മഴ ലഭിക്കുന്നുണ്ട്. അപ്പൊ മഴയാണ് പ്രധാനമായിട്ടും ഇവിടെ ഈ ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥ രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. ഇനി ഇവിടുത്തെ മണ്ണാണ്. കാലാവസ്ഥ നമ്മൾ കണ്ടു. മണ്ണ്, നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണ്, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്, നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പു നിറവുമുള്ള ലാറ്ററൈറ്റ് മണ്ണും കറുത്ത കളിമണ്ണും ജൈവാംശം കൂടിയ പീറ്റുമണ്ണും പടിഞ്ഞാറൻ തീരങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെ വിവിധ ഇനം പറയുന്നുണ്ട്. മണൽ നിറഞ്ഞ മണ്ണുണ്ട്, മഞ്ഞയും ചുവപ്പും നിറമുള്ള മണ്ണുണ്ട്, ലാറ്ററൈറ്റ് മണ്ണുണ്ട്, കറുത്ത കളിമണ്ണുണ്ട്, ജൈവാംശം കൂടിയ പീറ്റുമണ്ണുണ്ട്. ഇവയെല്ലാം തന്നെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് കാണപ്പെടുന്നുണ്ട്. എന്നാൽ കിഴക്കൻ തീരപ്രദേശത്ത് കൂടുതലായും കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ടെങ്കിൽ കൂടി കൂടുതലായും എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്. ഇവിടെയല്ലേ കൂടുതൽ ഡെൽറ്റയൊക്കെ ഉള്ളത്. അപ്പൊ ഡെൽറ്റയിലൂടെ വന്നടിയുന്നവയെല്ലാം എക്കൽ മണ്ണായിരിക്കും. ഡെൽറ്റ നിക്ഷേപത്തിലൂടെയാണല്ലോ കൂടുതലായിട്ടും അവിടെ വന്നടിയുന്നുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ കിഴക്കൻ തീരങ്ങളിൽ കൂടുതലും എക്കൽ മണ്ണാണ്. ചിലയിടങ്ങളിൽ കറുത്ത മണ്ണ് കാണുന്നുണ്ട്, ചെങ്കൽ മണ്ണും മണൽ നിറഞ്ഞ ചെങ്കൽ മണ്ണും കാണുന്നുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ തീരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള മണ്ണുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടുത്തെ മണ്ണിനം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഗുജറാത്ത് തീരപ്രദേശത്ത് ഏതൊക്കെയാ? കറുത്ത മണ്ണ്, തീരദേശ എക്കൽ മണ്ണ്, ലവണ മണ്ണ് എന്നിവ കാണുന്നു. കൊങ്കൺ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ് എന്നിവ കാണുന്നു. മലബാർ തീരപ്രദേശത്ത്, നമ്മുടെ തീരപ്രദേശത്ത് എക്കൽ മണ്ണുണ്ട്, പീറ്റ് മണ്ണുണ്ട്. കിഴക്കൻ തീരപ്രദേശത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ മണ്ണുമാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഡെൽറ്റ എക്കൽ മണ്ണ്, നിക്ഷേപത്തിലൂടെയുള്ള എക്കൽ മണ്ണാണ് കാണപ്പെടുന്നത്.
ലക്ഷദ്വീപിൽ കൂടുതലായും പവിഴ മണൽ മണ്ണാണ്. അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, പവിഴ മണൽ മണ്ണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ് കാണപ്പെടുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി സസ്യജാലങ്ങളിലേക്ക് വരുന്നു. അവയുടെ സവിശേഷതകളാണ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് തീരദേശത്തിന്റെ. അപ്പൊ നമ്മൾ മണ്ണ് കണ്ടു, കാലാവസ്ഥ കണ്ടു, ഇനി സസ്യജാലങ്ങൾ. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യം മൂലവും ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങളിലും ഏറെക്കുറെ സമാനതകൾ കാണാവുന്നതാണ്. ഉഷ്ണമേഖലയിലാണെങ്കിൽ പോലും സമുദ്രത്തിന്റെ സാമീപ്യം കൊണ്ട് മിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, സസ്യജാലങ്ങളിലും ഏറെക്കുറെ സമാനതകൾ കാണാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, തീരദേശ സസ്യങ്ങൾ വരണ്ട തീരദേശ സസ്യങ്ങൾ എന്നും ആർദ്ര തീരദേശ സസ്യങ്ങൾ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ വരണ്ട തീരദേശ സസ്യങ്ങളെ പിന്നീടും രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് തീര മണൽ പരപ്പുകളിലെ സസ്യങ്ങൾ എന്നും രണ്ടാമത് തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങൾ എന്നും. രണ്ടാമത് നമ്മളിവിടെ തീരദേശ സസ്യങ്ങൾ രണ്ടാമത്തെ ഭാഗമാണ് ആർദ്ര തീരദേശ സസ്യങ്ങൾ. അതിനെ നമ്മൾ പിന്നീട് 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 1 കണ്ടൽക്കാടുകൾ, 2 ലവണ ചതുപ്പു നിലങ്ങളിലെ സസ്യങ്ങൾ, 3 കടൽപ്പായലുകൾ, 4 കടൽ സസ്യങ്ങൾ, 5 കോറൽ സസ്യങ്ങൾ എന്നിങ്ങനെ. ഇത്തരത്തിൽ വൈവിധ്യമായാണ് തീരദേശ സസ്യങ്ങൾ ഉള്ളത്. ഇവയുടെ പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. കണ്ടൽ കാടുകളെ കുറിച്ച് നമുക്കിവിടെ പഠിക്കാനുണ്ട്. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. തീരസമതലത്തിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയവ ഇവിടെ കാർഷിക വിളകളായി നമുക്ക് കാണാനായി സാധിക്കും. ഇവ കൂടാതെ, ഇവയാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇവ കൂടാതെ സാധാരണ കാർഷിക വിളകൾ തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികൾ പോലെയുള്ളവയൊക്കെ കാർഷിക വിളകളായി ഇവിടെ കാണാനായി സാധിക്കും. അപ്പൊ കണ്ടൽ കാടുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കണ്ടൽ കാടുകൾ? ഇവ തീരത്തിന്റെ ശ്വാസകോശമാണ്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽ കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ പശ്ചിമ ബംഗാൾ തീരത്തുള്ള ഗംഗാ ഡെൽറ്റ പ്രദേശമായിട്ടുള്ള സുന്ദർബൻ ആണ്. സുന്ദർബൻ. കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരപ്രദേശത്തെയും ജനങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നുണ്ട്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ എന്ന് പറയുന്നത്. തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കണ്ടൽക്കാടുകൾ അത്രയും തന്നെ പ്രധാനപ്പെട്ടതാണ്. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണ ജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ തീരത്തുള്ള ഗംഗാ ഡെൽറ്റ പ്രദേശത്തുള്ള സുന്ദർബൻ ആണ്. വിവിധ ഇനം മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ഒക്കെ പ്രജനന കേന്ദ്രമാണ് കണ്ടൽക്കാടുകൾ. അതുകൂടാതെ ആവാസ കേന്ദ്രങ്ങളാണ്. വിവിധ ഇനം ജീവിവർഗത്തിന്റെ ആവാസ കേന്ദ്രം കൂടിയാണിത്. ചുഴലിക്കാറ്റ്, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും തീരത്തെയും അതുപോലെ അവിടുത്തെ ജനവാസത്തെയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വലിയ പങ്കാണ് കണ്ടൽക്കാടുകൾക്കുള്ളത്. തീരദേശ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം കൂടിയാണ് ഈ പറയുന്ന കണ്ടൽ. അത്തരത്തിൽ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ കണ്ടൽ കാടുകളെ സംരക്ഷിക്കുന്നതിനായിട്ട് ജൂലൈ 16 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. കണ്ടൽക്കാട് ധർമ്മടം കണ്ണൂരിൽ നിന്നുള്ള ഒരു കണ്ടൽക്കാടിന്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടൽക്കാടുകൾ തീരത്തിന്റെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ധാതു നിക്ഷേപമാണ്. ധാതു നിക്ഷേപം
ഇന്ത്യയുടെ തീരദേശങ്ങളിൽ വ്യാവസായിക മൂല്യമുള്ള ധാരാളം ലോഹ അലോഹ ധാതുക്കളുടെ നിക്ഷേപങ്ങളുണ്ട്. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതുക്കൾ. ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന ധാതു വിഭവങ്ങൾ. ഇത് കൂടാതെ ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം വേർതിരിച്ചെടുക്കാനാകുന്ന തരത്തിലുള്ള മോണോസൈറ്റുകൾ പോലെയുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണം ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറയിലും ഒഡീഷയിലെയും തമിഴ്നാട്ടിലെയും ചില തീരങ്ങളിലും ഇത്തരം കരിമണൽ നിക്ഷേപമുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിലെ ചവറയിലുണ്ട് ഇത്തരത്തിലുള്ള അപൂർവമായിട്ടുള്ള ധാതുക്കളുടെ നിക്ഷേപങ്ങളുള്ള തീരദേശ കരിമണലുകൾ. അതുപോലെ ഒഡീഷയിലുണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. ഇത്തരത്തിലാണ് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലുള്ള ധാതു നിക്ഷേപങ്ങൾ വരുന്നത്. ഇനി ഇവിടുത്തെ ജനജീവിതവും ജനസംഖ്യയും നോക്കുകയാണെങ്കിൽ, ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ തീരദേശം ജനനിബിഡവും ജനസാന്ദ്രവുമാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ, പലതരം ഘടകങ്ങളുണ്ട് നമ്മുടെ തീരദേശങ്ങൾ ജനനിബിഡമാകുന്നതിന്. എന്തൊക്കെയാണ്? മിതമായിട്ടുള്ള കാലാവസ്ഥയാണ്, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായിട്ടുള്ള സമതല ഭൂപ്രകൃതിയാണ്, കൃഷിയുണ്ട്, മത്സ്യബന്ധനം സാധ്യമാണ്, ടൂറിസം ഉണ്ട്, ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ധാരാളമുണ്ട്, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം, ഇങ്ങനെയുള്ള ധാരാളം ഘടകങ്ങൾ തീരസമതലത്തെ ജനനിബിഡമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റ് മൂന്നും, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലെല്ലാം തന്നെ തീരസമതലങ്ങളിലാണ് വികസിച്ച് വന്നിട്ടുള്ളത്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ലക്ഷദ്വീപിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. സജീവ അഗ്നിപർവ്വതത്തിന്റെ സാന്നിധ്യം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത കുറവാണ്. അവിടെ കൂടുതലായിട്ടും ഭൂരിഭാഗം പേരും തദ്ദേശീയരായിട്ടുള്ള ഗോത്ര ജനവിഭാഗം മാത്രമാണ് ഉള്ളത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷി, മത്സ്യബന്ധനം എന്നിവയാണ് തീരദേശ ജനതയുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കൃഷിയും മത്സ്യബന്ധനവുമാണ് പ്രധാനമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയാവുന്നത്. ഇത് കൂടാതെ വിവിധ ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും തീരദേശത്തുണ്ട്. തീരങ്ങളിൽ ഏറെക്കുറെ സാധ്യതകൾ ഉള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രധാന തൊഴിൽ മേഖലയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. ഒരു ആധുനിക വരുമാന മാർഗമായി കണക്കാക്കാവുന്ന ഒന്നാണ് വിനോദസഞ്ചാരം. തീരദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണ്. വ്യാവസായിക ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കളും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും തുറമുഖങ്ങൾ വഴിയാണ്. തീരപ്രദേശത്തെ വ്യവസായ പുരോഗതിക്ക് തുറമുഖങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. എങ്ങനെയാണ്? അസംസ്കൃത വസ്തുക്കൾ മാത്രമല്ല, ഉൽപ്പന്നങ്ങളും എല്ലാം കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും എല്ലാം തീരപ്രദേശത്തെ തുറമുഖങ്ങളിലൂടെയാണ്. അപ്പൊ ഇത്രത്തോളം പ്രാധാന്യം നിലനിൽക്കെ തന്നെ തീരപ്രദേശങ്ങൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് തീരദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ? മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങി നിരവധി സാധ്യതകളുള്ള ഭൂപ്രദേശമാണ് തീരപ്രദേശം. എന്നാലും ഏറെക്കുറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശവും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടലെടുക്കുന്നതുമെല്ലാം തീരദേശ ജനജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാക്കുന്നു. സുനാമി, കൊടുങ്കാറ്റ് പോലെയുള്ള കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആഗോള കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന സമുദ്ര ജലനിരപ്പ് ഉയരുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാകുന്നു. കടൽക്ഷോഭം ഉണ്ടാകുന്നു, തീരം കടലെടുക്കുന്നു. ഇതെല്ലാം ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് തീരദേശ ജനത നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണ്ട മുന്നറിയിപ്പും മുന്നൊരുക്കങ്ങളും തീരദേശ ജനതകളുടെ പങ്കാളിത്തത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടതുണ്ട്. തീരദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുന്നതിനും അതിന്റെ പ്രയോജനം തദ്ദേശീയ ജനതയ്ക്ക് ലഭിക്കുന്നതിനും ഉതകും വിധത്തിലുള്ള വിഭവ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി നാം ഓരോരുത്തരും കൈകോർക്കുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നിലനിൽക്കുമ്പോഴും ഇവിടെയുള്ള തദ്ദേശീയ ജനങ്ങളും മറ്റും തീരദേശ ജനതയും നിരന്തരം ഇവയ്ക്ക് വേണ്ടി പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനായി വിവിധ തരത്തിലുള്ള സപ്പോർട്ട് സർക്കാരിന്റെ സൈഡിൽ നിന്നും അതുപോലെ നമ്മുടെ സൈഡിൽ നിന്നും നമുക്ക് നൽകേണ്ടത് അനിവാര്യമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്ത മുന്നറിയിപ്പുകളൊക്കെ നൽകി അവരെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നൽകി അവരെ സംരക്ഷിക്കുക, ഇവയെല്ലാം കൃത്യമായി സമയബന്ധിതമായി നടപ്പിലാക്കുക. അതുകൂടാതെ ഇത്തരത്തിലുള്ള തീരപ്രദേശത്തെ വിഭവങ്ങൾ സുസ്ഥിരമായി വിനിയോഗിക്കുക, നാം ഉപയോഗിക്കുക, വരും തലമുറയ്ക്ക് നൽകുന്ന തരത്തിലുള്ള സംരക്ഷണവും നൽകുക, തദ്ദേശീയ ജനതയ്ക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രയോജനം ലഭ്യമാക്കുന്ന വിധത്തിൽ അതിന് ഉതകുന്ന വിധത്തിലുള്ള വിഭവങ്ങളുടെ ആസൂത്രണവും സംരക്ഷണവും അനിവാര്യമാക്കുക. ഇത്തരത്തിൽ വിവിധ തരത്തിലാണ് നാം ഈ ഒരു തീരദേശത്തെ സംരക്ഷിക്കേണ്ടതിനായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള സംരക്ഷണ പദ്ധതികളുണ്ട്. നാം ഓരോരുത്തരും കൈകോർക്കുകയും ചെയ്യുമ്പോഴാണ് സുസ്ഥിര വികസനം സാധ്യമാകുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. തീരദേശം നമുക്കറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ഒന്ന് ഔട്ട്ലേ ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ SCERT ടെക്സ്റ്റിൽ വൃത്തിയായി നൽകി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ അത് പഠിച്ചും കഴിഞ്ഞു. ഓക്കെ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 തീരദേശം ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ തീരപ്രദേശവും കിഴക്കൻ തീരപ്രദേശവും. ഇവ രണ്ടും വ്യത്യസ്ത രീതിയിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ഇവയുടെ സാമ്യതകൾ എന്തൊക്കെ, ഇവയുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കൃത്യമായി പഠിച്ചിരിക്കണം. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. പിന്നെ ഇവയുടെ പൊതുവായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ പഠിക്കണം. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാലാവസ്ഥ, ജനജീവിതം, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളാണ്. ഇവയിൽ അപരദന ഭൂരൂപങ്ങളുണ്ട്, അതുപോലെ നിക്ഷേപണ ഭൂരൂപങ്ങളുണ്ട്. ഇവ കൃത്യമായിട്ട് എന്താ പറയുക, കൺസെപ്ച്വൽ ക്ലാരിറ്റി വരുത്തി പഠിക്കുക. എന്താണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഇല്ലെങ്കിൽ ഇവ തമ്മിലൊക്കെ നമുക്ക് മാറിപ്പോകും. അത്തരത്തിൽ മാറിപ്പോയ പ്രശ്നമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ, ഈ മാപ്പിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ടോ അല്ലെങ്കിൽ മിസ്സിന്റെ ജോഗ്രഫി സെഷനിലൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ SCERT കംപ്ലീറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.